131ാമത് മാരാമൺ കൺവെൻഷനിൽ നാം വിവിധ കാഴ്ചകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നാം ആയിരിക്കുന്നത് ചെങ്കോട്ട മിഷന്റെ സ്പെഷ്യൽ സ്റ്റാളിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ സഭ വിവിധ മിഷൻ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് എപ്പോഴും വളർന്നു വന്നിരിക്കുന്നത്. സഭയുടെ ഊടും പാവും മിഷൻ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ചെങ്കോട്ട മിഷനിലാണ്. നമുക്ക് എല്ലാവർക്കും മാരാമണ്ണ് വന്നാൽ ഉറപ്പായിട്ടും ചെങ്കോട്ട മിഷനിലൂടെ നാം ഒന്ന് കയറാതെ പോകാറില്ല. ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛനാണ് ഈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ട സുവിശേഷകരുണ്ട്, ഈ പ്രവർത്തനത്തിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്, ഇവരോടൊപ്പം ചേരുന്നു. എന്താണ് അച്ഛാ ഈ 131ാമത് മാരാമൺ കൺവെൻഷനിൽ ചെങ്കോട്ട മിഷന്റെ സ്റ്റോളായിട്ടിരിക്കുമ്പോൾ എന്താണ് അനുഭവേദ്യമാകുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? എന്താണ് ചെങ്കോട്ട മിഷന്റെ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചെങ്കോട്ട മിഷൻ മാരാമൺ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്റ്റോള് പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഒരു 8-10 വർഷമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിഷനെ സംബന്ധിച്ച് ഇത് മിഷനെ ഒരു സഹായിക്കുന്ന, മിഷനെ വളർത്തുന്ന ഒരിടമാണ് മാരാമൺ കൺവെൻഷൻ എന്നുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പലതും നമ്മുടെ മിഷനെ സപ്പോർട്ട് ചെയ്യുന്നവരും മിഷന്റെ ഭാഗമായിരിക്കുന്നവരും ചേർന്നാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ലഭ്യമാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല മിഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 72 വർഷമായിരിക്കുകയാണ്. ചെങ്കോട്ട ദേശത്ത് 3 ജില്ലകളിലായിട്ട് തെങ്കാശി, തിരുനെൽവേലി, കേരളത്തിൻ്റെ ഒരു ഭാഗമായ അച്ചൻകോവിൽ, കൊല്ലം ജില്ലയുടെ ഭാഗമായ അച്ചൻകോവിൽ എല്ലാം ചേർന്ന് 8 സെൻറ്ററുകളായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അവിടെയുള്ള തമിഴിലുള്ള, മലയാളത്തിലുള്ള വിശ്വാസികൾക്ക് പുതുതായിട്ട് കർത്താവിനെ അറിഞ്ഞു വരുന്നവർക്ക്, അറിയുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലുമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളവിടെ ട്യൂഷൻ സെൻറ്ററുകളും അതോടൊപ്പം തന്നെ ടൈലറിങ് ട്രെയിനിങ് സെൻറ്റേഴ്സും ഒക്കെ നടത്തുന്നു. അത് അങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കുവാനും അവരെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് ഈ നാളുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ ലക്ഷ്യത്തോടു കൂടി പ്രിയ സുവിശേഷകരും വോളണ്ടിയേഴ്സും, നമുക്കവിടെ സോഷ്യൽ വർക്കേഴ്സൊക്കെ ഉണ്ട്, നല്ലൊരു ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ നാളുകളിൽ ഈ 3 ജില്ലകളിൽ 8 സെൻറ്ററുകളിലായിട്ട് ചെങ്കോട്ട മിഷൻ പ്രവർത്തിക്കുന്നു. കട്ടളക്കുടിയിരുപ്പ്, പുളിയറ, മുള്ളിക്കുളം, അമ്പാസമുദ്രം, സുന്ദരപാണ്ഡിപുരം, ചുരണ്ടെ, അച്ചൻകോവിൽ, ചെങ്കോട്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ മിഷൻ സെൻറ്ററുകൾ. നമ്മുടെ സുവിശേഷകരാണ് പ്രഭു സാം, അഗസ്റ്റിൻ പാർത്ഥസാരഥി. അതുകൂടാതെ നമുക്ക് സുവിശേഷകർ എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ഇല്ല, പല ഡ്യൂട്ടികളിലായിട്ട് അവർ അസൈൻ ആയിരിക്കുകയാണ്. എങ്കിലും ഈ മിഷൻ പ്രവർത്തനങ്ങളെ കൂടുതൽ കൈത്താങ്ങളൊക്കെ ഇനിയും ആവശ്യമാണ്. അതെല്ലാം പ്രാർത്ഥനയും സഹായമൊക്കെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനൊരു അവസരം നൽകിയ DSMC ടീമിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചെങ്കോട്ട മിഷൻ സ്റ്റാൾ വരുന്നത് നമ്മുടെ റിട്രീറ്റ് സെന്ററിനോട് ചേർന്നുള്ള വഴിയിലാണ് ഈ സ്റ്റാൾ വരുന്നത്. എല്ലാവരും വരികയും സന്ദർശിക്കുകയും ചെയ്യണം. ഇവിടുത്തെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കുർത്ത അല്ലേ, അതെല്ലാം അവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അതെ, കുർത്തയും നൈറ്റി ടോപ്പുകളൊക്കെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സ്നാക്ക് ഐറ്റംസ്, ഈ തേൻ്റെ അകത്തിട്ടിരിക്കുന്ന തേൻനെല്ലിക്കകത്തുള്ള നെല്ലിക്കയെല്ലാം നമ്മുടെ അവിടെ നിന്നുള്ള തോട്ടത്തിൽ നിന്നുള്ളതാണ്. പിന്നെ നമ്മൾ തന്നെ അവിടെ തന്നെ ഉണക്കി കൊപ്രയാക്കി വാട്ടി നമ്മൾ ചെയ്ത വെളിച്ചെണ്ണയും, ആട്ടിയ വെളിച്ചെണ്ണയും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മുടെ മിഷന്റെ പ്രൊഡക്റ്റുകളാണ്. പിന്നെ മിഷനെ സഹായിക്കുന്നവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ഇപ്പം ഈ കരകൗശല വസ്തുക്കൾ, ഈ കാണുന്ന വോൾഡക്കറുകളെല്ലാം മിഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവിടെ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ചെങ്കോട്ട മിഷന്റെ പ്രവർത്തനങ്ങളൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, സുവിശേഷകരുടെ പ്രവർത്തനങ്ങൾ അനേകർക്ക് വെളിച്ചമായി മാറാൻ സാധിക്കട്ടെ. DSMC മീഡിയയുടെ പേരിൽ സഭാവിശ്വാസികൾ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.